ബംഗളൂരുവിൽ മലയാളി കുടുംബത്തിന് നേരെ ആക്രമണം. IT ജീവനക്കാരനായ അഖിൽ സാബുവിനും കുടുംബത്തിനും നേരെയാണ് ആക്രമണം ഉണ്ടായത്. 3 വയസ്സുള്ള കുട്ടിക്കുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. വാഹനത്തിന് സൈഡ് നൽകാത്തതുമായി ബന്ധപ്പെട്ട തർക്കത്തിന് പിന്നാലെയാണ് ആക്രമണം. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആ ദൃശ്യങ്ങൾ കാണാം. അരുൺ പൂപ്പറമ്പ ഉണ്ടാകും വിവരങ്ങളുമായി. അരുൺ പൂപ്പറമ്പ ഉണ്ട് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. അരുൺ, ഇത് ഈ വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിനെ തുടർന്നുണ്ടായ തർക്കമാണോ ഈ ആക്രമണത്തിന് കാരണം? പോലീസ് എന്താണ് പറയുന്നത്? നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെ? ഗോപികൃഷ്ണൻ, ബംഗളൂരുവിലെ സർജാപുരയിൽ വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ അഖിൽ സാബുവും കുടുംബവും അതിന് സമീപത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. അതിനിടെയാണ് ഈ വാഹനം സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ബംഗളൂരു സ്വദേശിയായിട്ടുള്ള ഇപ്പോൾ നിലവിൽ പോലീസ് കേസെടുത്തിട്ടുള്ള ഈ യുവാവ് ഇത്തരത്തിൽ ഇവരോട് ആദ്യം തന്നെ മോശമായി പെരുമാറിയിരുന്നു എന്നതാണ് അഖിൽ സാബുവിന്റെ പരാതിയിൽ പറയുന്നത്. പിന്നീട് അഖിൽ വാഹനമെടുത്ത് മുന്നോട്ട് പോകുന്നു. അയാൾ പിന്തുടർന്ന് വന്ന് വാഹനത്തിൽ ഈ ബൈക്കിൽ നിന്ന് ഇറങ്ങി ഈ തടഞ്ഞു വെക്കുകയും പിന്നീട് ആദ്യം ഗ്ലാസ്സിൽ അടിക്കുകയും ചെയ്തു. പിന്നീടും അഖിൽ സാബു വീണ്ടും വാഹനമെടുത്ത് മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഈ ഡോർ ചില്ലിനിട്ട് ഈ ഹെൽമെറ്റ് ഉപയോഗിച്ച് ആഞ്ഞടിച്ചത് എന്നാണ് അഖിൽ പറയുന്നത്. അങ്ങനെയാണ് ഡോർ ചില്ല് തകരുകയും പിന്നീട് അതിൽ ഈ കാറിനകത്തുണ്ടായിരുന്ന 3 വയസ്സുള്ള കുട്ടി, അതോടൊപ്പം തന്നെ ഭാര്യ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു എന്നതാണ് അഖിൽ സാബുവിന്റെ പരാതിയിൽ പറയുന്നത്. അതിനുശേഷം അഖിൽ പോലീസിൽ പരാതി നൽകി. ആദ്യഘട്ടത്തിൽ ഇതിൽ കേസെടുക്കാൻ തയ്യാറായില്ല. പിന്നെ അഖിൽ തന്നെ അവിടെ സമീപമുള്ള ഒരു വ്യാപാര സ്ഥാപനത്തിലെ CCTV സംഘടിപ്പിച്ച് അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഹാജരാക്കിയതിന് ശേഷമാണ് പോലീസ് കേസെടുത്തതെന്നാണ് പറയുന്നത്. നിലവിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ ബംഗളൂരു സ്വദേശിയായിട്ടുള്ള യുവാവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ അഖിൽ പറയുന്നത് ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി പോലീസ് ശ്രമിക്കുന്നു, അത് അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്ന ഉൾപ്പെടെയുള്ള പരാതികൾ അഖിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ ആക്രമണത്തിൽ അഖിലിന്റെ 3 വയസ്സുള്ള കുട്ടിക്കും ഭാര്യയ്ക്കുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. ഇതിന് ഈ ചില്ലടിച്ച് തകർത്തതിന് ശേഷം പിന്നീട് അഖിൽ കാറിൽ നിന്ന് ഇറങ്ങി ഈ യുവാവുമായി സംഘട്ടനത്തിൽ ഏർപ്പെടും. അതിന്റെ ദൃശ്യങ്ങളും CCTVയിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് യുവാവും ഒരു പരാതി പോലീസിൽ നൽകിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്നാൽ ആ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടില്ല. നിലവിൽ അഖിലിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഗോപികൃഷ്ണൻ. അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.